പുതുതലമുറയ്ക്കിടയിൽ ജ്വാലയായി പടരുകയാണ് 30 ഡേയ്സ് ഓഫ് ഫ്രീഡം എന്ന പ്രചാരണ പരിപാടി. IT സംരംഭങ്ങൾ തുടങ്ങുന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ച സൗജന്യങ്ങൾക്ക് പിന്തുണയുമായാണ് ഈ പുതിയ കൂട്ടായ്മ. IT സംരംഭങ്ങൾ തുടങ്ങാൻ മുന്നിട്ടിറങ്ങുന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് 20% ഹാജരും 4% ഗ്രേസ് മാർക്കും നൽകുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് പിന്തുണയുമായാണ് വിദ്യാർത്ഥികൾ ഒത്തുചേർന്നിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 30 ഡേയ്സ് ഓഫ് ഫ്രീഡം എന്ന ക്യാമ്പയിനോ തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ തുടക്കമായി. രണ്ടായിരത്തോളം കുട്ടികൾ പരിപാടികളിൽ അണിനിരന്നു. 5 to 10 years from now, Kerala എവിടെ എത്തണം നമുക്കൊരു ആഗ്രഹമുണ്ട്. വി സീയിങ് ദിസ് ഇൻ ദ ഫ്യൂച്ചർ. അപ്പോൾ അതിൽ ആ ഒരു ടാർഗറ്റ് എത്തണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ യൂത്ത് ഇപ്പോൾ ഒരു സ്റ്റാൻഡ് എടുത്താലേ പറ്റുള്ളൂ. ആപ്പിളിന്റെ സ്ഥാപകനായ സ്റ്റീവ് ജോബ്സിനെയാണ് കുട്ടികൾ പ്രചരണ പരിപാടിക്ക് മാതൃകയാക്കിയിരിക്കുന്നത്. ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സോഷ്യൽ നെറ്റ്വർക്കുകളിലൂടെ ഈ വിദ്യാർത്ഥി മുന്നേറ്റത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. അമേരിക്കയിലൊക്കെ സിലിക്കൺ വാലി എന്ന് പറയുന്ന സംഭവം മൈക്രോസോഫ്റ്റ്, ബിൽ ഗേറ്റ്സ് അങ്ങനത്തെ ഈ പ്രതിഭാസങ്ങളൊക്കെ വന്നത് ഇങ്ങനൊരു മൈൻഡ് സെറ്റ് കൊണ്ടാണ്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് കേരളത്തിൽ കൊണ്ടുവരിക, കേരളത്തിലേക്ക് ഒരു സിലിക്കൺ വാലി. ഞങ്ങളുടെ ലക്ഷ്യം അതാണ്. എല്ലാവർക്കും ആ ഒരു ലക്ഷ്യം എല്ലാവരെയും ബോധിപ്പിച്ചിട്ട് എല്ലാവർക്കിലോട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിട്ട് മാറ്റാൻ വേണ്ടിയുള്ള ഒരു ഐഡിയ ആണ് നമ്മളിത് ഉദ്ദേശിച്ചത്. വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് ഉൾപ്പെടെയുള്ള സൗജന്യങ്ങൾ ഒക്ടോബർ 14 മുൻപ് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി എമർജിംഗ് കേരളയുടെ വേദിയിൽ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയുടെ വാക്ക് നടപ്പാകുന്നതിന് മുൻപ് തന്നെ കേരളത്തിലെ മുഴുവൻ എഞ്ചിനീയറിംഗ് കോളേജുകളിലും 30 ഡേയ്സ് ഓഫ് ഫ്രീഡവുമായി എത്തുകയാണ് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം. പ്രമുഖ IT കമ്പനിയായ സ്റ്റാർട്ടപ്പ് വില്ലേജാണ് ഈ കൂട്ടായ്മയ്ക്ക് പിന്നിൽ. സൂര്യ ന്യൂസ്, തിരുവനന്തപുരം. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ 30 ഡേയ്സ് ഓഫ് ഫ്രീഡം എന്ന ക്യാമ്പയിന് ചുക്കാൻ പിടിക്കുന്നത് യുവ IT പ്രൊഫഷണൽ സഞ്ജയ് വിജയകുമാറാണ്. 6 വർഷം മുൻപ് വിദ്യാർത്ഥികളുടെ നൂതന ആശയങ്ങൾ സമന്വയിപ്പിച്ച് സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്ന IT സംരംഭം വൻ വിജയമാക്കിയതിന് പിന്നിൽ ഈ ചെറുപ്പക്കാരനാണ്. തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കവെയാണ് നാലാഞ്ചിറ സ്വദേശിയായ സഞ്ജയ് വിജയകുമാർ കൂട്ടുകാർക്കൊപ്പം മോബ്മി വയർലെസ് എന്ന IT കമ്പനിക്ക് തുടക്കമിട്ടത്. അന്ന് ഇൻഫോസിസിന്റെ തലവനായിരുന്ന ക്രിസ് ഗോപാലകൃഷ്ണന്റെ പിന്തുണ കൂടിയായപ്പോൾ സഞ്ജയിന്റെ സംരംഭം വളർന്നു പന്തലിച്ചു. ഇന്ന് 25 കോടി വിറ്റുവരവുള്ള കമ്പനിയാണ് സഞ്ജയിൻ്റേത്. പഠനത്തിന് ശേഷം കഴിവുറ്റവരെ വമ്പൻ കമ്പനികൾ വിലക്കെടുക്കുന്ന പതിവ് തെറ്റിച്ചുകൊണ്ടാണ് സഞ്ജയ് സ്റ്റാർട്ടപ്പ് വില്ലേജിലൂടെ പുത്തൻ IT കൂട്ടുകെട്ടിന് തുടക്കമിട്ടത്. അടുത്ത 18 മാസത്തിനകം സ്റ്റാർട്ടപ്പ് വില്ലേജിനെ ലോകത്തെ നമ്പർ 1 ടെലികോം ഇൻക്യുബേറ്റർ ആക്കാനാണ് ഞങ്ങളുടെ ശ്രമം. അടുത്ത 18 മാസത്തിനകം ക്രിസിന്റെ നേതൃത്വത്തിൽ 30 IT കമ്പനികൾ കേരളത്തിലോട്ട് വരുന്നുണ്ട്. ആൻഡ് യൂഷ്വലി IT കമ്പനികൾ നമ്മൾ കൊണ്ടുവരാൻ നോക്കുന്നത് ജോലി കൊടുക്കാനാണ്. IBM വന്ന് നമ്മുടെ നാട്ടിൽ കുറച്ച് ജോലി കൊടുക്കണമെന്നാണ്. ഇത്തവണ നമ്മൾ പറയുന്നത് നിങ്ങൾ ഇവിടെ വന്ന് ജോലി തരണ്ട, നിങ്ങളുടെ ഇന്നൊവേഷൻ സോൺ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരിക. അതാവുമ്പോൾ ഞങ്ങളുടെ പിള്ളേർക്ക് ടെക്നോളജിയിൽ വർക്ക് ചെയ്ത് ഇവിടെ കമ്പനി ഉണ്ടാക്കാം. ആശയങ്ങൾ ഒന്നിച്ചു ചേരുമ്പോൾ ക്യാമ്പസുകളിൽ വെച്ച് തന്നെ പുതിയ സംരംഭങ്ങൾ രൂപപ്പെടുന്നു. നമ്മുടെ വിഭവശേഷി വമ്പൻ കമ്പനികൾ തട്ടിയെടുക്കാതെ നമ്മുടെ വികസനത്തിന് തന്നെ പ്രയോജനപ്പെടുത്തുന്നു. ഈ നൂതന ആശയം സ്റ്റാർട്ടപ്പ് വില്ലേജിലൂടെ ഇന്ത്യയാകെ പടരുകയാണ്. ഇന്ന് 83 കോളേജുകളിൽ കഴിഞ്ഞ 21 ദിവസത്തിനകം ഇവർ ഈ പൈലറ്റ് ഷിപ്സ് സ്ഥാപിച്ചു. സോ ക്ലാസ് റൂമിൻ്റെ 4 മതിലിൽ നിന്നും ആൻഡ് ഈ സിലബസ് എന്നൊരു സാധനത്തിൽ നിന്ന് മാറി റിയൽ വേൾഡുമായിട്ട് സാധനങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ കുട്ടികൾക്ക് അത് ചെയ്യാൻ പറ്റും. ഈ വിജയമാണ് എമർജിംഗ് കേരളയിലൂടെ മുഖ്യമന്ത്രി വിദ്യാർത്ഥികൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾക്ക് പിന്തുണയുമായി 30 ഡേയ്സ് ഓഫ് ഫ്രീഡം എന്ന ക്യാമ്പയിന് തുടക്കമിടാൻ സഞ്ജയിനെ പ്രേരിപ്പിച്ചത്. ആപ്പിളിലൂടെ യുവാക്കൾക്ക് മാതൃകയായ സ്റ്റീവ് ജോബ്സിന്റെ ആശയങ്ങൾ മുൻനിർത്തിയുള്ള സഞ്ജയ് വിജയകുമാറിന്റെ സംരംഭങ്ങൾ പുതുതലമുറയ്ക്ക് പ്രചോദനമാകുകയാണ്. സൂര്യ ന്യൂസ്, തിരുവനന്തപുരം. തോപ്പിൽ ഭാസിയുടെ കയ്യും തലയും പുറത്തെടുത്ത്